നമസ്കാരം. ഡിവൈൻ തോട്ട്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ദാനം നൽകുന്നത് ജീവിതത്തിൽ ഏറ്റവും മഹത്വമുള്ള കാര്യമാണ്. എന്നാൽ ചില വസ്തുക്കൾ ദാനം നൽകുന്നതിലൂടെ ധനനഷ്ടമുണ്ടാവുകയും ദാരിദ്ര്യം വന്നു ചേരുകയും ചെയ്യും. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ചില വസ്തുക്കൾ ദാനം നൽകുക വഴി നിങ്ങളുടെ ഭാഗ്യം നഷ്ടപ്പെടുമെന്ന്. അതേതൊക്കെയാണ് ആ വസ്തുക്കൾ എന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റും രേഖപ്പെടുത്തുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഏത് വീട്ടിലാണോ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ളത് അവിടെ ധനം, ഐശ്വര്യം, സന്തോഷം, അഭിവൃദ്ധി ഇവയെല്ലാം വന്നു ചേരും. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന തെറ്റുകളിലൂടെ ഇവയെല്ലാം പടിയിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വീട്ടിൽ ലക്ഷ്മി ദേവി വസിക്കുന്ന ചില വസ്തുക്കൾ, അവ ആർക്കും ദാനമായി നൽകരുത്. ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്ന് നോക്കാം. ആദ്യമായിട്ട് ഉപ്പ്. അടുക്കളയിൽ നിന്ന് ഉപ്പ് ഒരിക്കലും മറ്റുള്ളവർക്ക് കൊടുക്കരുത്. ഇത് ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നതിന് കാരണമാവുന്നു. ഇതുമൂലം നമ്മുടെ വീട്ടിൽ കലഹങ്ങളും ദാരിദ്ര്യവും ഉണ്ടാവുന്നു. അതുകൊണ്ട് ഒരിക്കലും ഉപ്പ് ആർക്കും ദാനമായി നൽകരുത്. അതുപോലെ തന്നെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളാണ് അരി, കടുക്. ഈ രണ്ട് വസ്തുക്കളും നമ്മൾ മറ്റുള്ളവർക്ക് ദാനമായി നൽകരുത്. അതും നമ്മുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാവുകയും ദാരിദ്ര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. അടുത്ത വസ്തുവാണ് ചൂല്. ലക്ഷ്മി ദേവി വസിക്കുന്ന മറ്റൊരു വസ്തുവാണ് ചൂല്. നിങ്ങളുടെ വീട്ടിലെ ചൂല് മറ്റൊരാൾക്ക് ദാനമായി നൽകുകയോ ഉപയോഗിക്കാൻ കൊടുക്കുകയോ ചെയ്യരുത്. അതുപോലെ മറ്റൊരാളുടെ ചൂല് നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. അത് അവരുടെ വീട്ടിലെ നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് വരാൻ കാരണമാവുന്നു. അതുപോലെ ചൂല് സൂക്ഷിക്കുന്നത്, തുറസായ സ്ഥലത്ത് ഒരിക്കലും ചൂല് വയ്ക്കരുത്. അത് മറ്റുള്ളവരുടെ ദൃഷ്ടി പതിയാത്ത ഏതെങ്കിലും ഒരു കോണിൽ വേണം വയ്ക്കാൻ. അടുത്തത് ആഭരണങ്ങൾ. ഒരിക്കലും സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ദാനമായി നൽകരുത്. അത് നമ്മുടെ വീട്ടിൽ നിന്നും ലക്ഷ്മി ദേവി പടിയിറങ്ങുന്നതിനും ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അടുത്തത് വസ്ത്രങ്ങൾ. വസ്ത്രങ്ങൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് ദാനമായി നൽകുകയോ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയോ ചെയ്യരുത്. പുതിയ വസ്ത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് വാങ്ങി നൽകാം, പക്ഷേ ദാനമായിട്ടോ ഒന്നും ആർക്കും കൊടുക്കരുത്. അതുപോലെ തന്നെ പണം. സന്ധ്യ കഴിഞ്ഞെന്നാൽ മറ്റുള്ളവർക്ക് പണം ഒരിക്കലും നമ്മൾ ദാനമായി നൽകരുത്. കടം കൊടുക്കരുത്. സന്ധ്യ കഴിഞ്ഞെന്നാൽ പണം ഒരാൾക്ക് പോലും നമ്മൾ കടം കൊടുക്കരുത്. അത് ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ നിന്നും പടിയിറങ്ങുന്നതിനും ഒപ്പം വീട്ടിൽ ദാരിദ്ര്യം പതിയെ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യവും അതുമൂലം കഷ്ടതകളെല്ലാം ഉണ്ടാകും. ഒരിക്കലും ഈ തെറ്റുകൾ നമ്മൾ ചെയ്യരുത്. ഇങ്ങനെയുള്ള നമുക്ക് നിസാരമെന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും വളരെയധികം ആപത്താണ് നമ്മുടെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ നിസാരമെന്ന് നമുക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കേട്ട് കഴിഞ്ഞാൽ വിശ്വാസമില്ലാത്തവർക്ക് ഒരുപക്ഷെ നിസാരമായിട്ടും എല്ലാം തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതം വളരെ ഐശ്വര്യമുള്ളതും അഭിവൃദ്ധിയുള്ളതും എല്ലാമാകും. നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം. നന്ദി, നമസ്കാരം.